സെക്സ് വയലൻസ്. റോക്കിംഗ് സ്റ്റാർ ചത്തു, ടോക്സിക് കൊന്നു. എന്തിനാണിങ്ങനെ ഒരു പടം? ഇതിന്റെ വിക്കിപീഡിയ നോക്കിയപ്പോൾ 500 മുതൽ 1000 കോടി ബഡ്ജറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. വലിയ സ്ക്രീനിൽ ഇതിന്റെ വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. രാജീവ് രവി ആ സൈഡൊക്കെ നല്ലതാണ്, ടെക്നിക്കൽ സൈഡൊക്കെ നല്ലതാണ്. പക്ഷെ ഈ ഒരു പടം നമുക്ക് കണ്ടുകൊണ്ടിരിക്കണ്ടേ? വൈഫിനെയും കൂട്ടി പടത്തിന് പോയി, വൈഫ് അവിടെ കിടന്ന് ഉറങ്ങുന്നു. എന്തോ ഭാഗ്യത്തിന് ഗൾഫ് മേഖലയിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ടീസറിലുള്ള ഭാഗം ഒന്നും ഇവിടെ ഗൾഫിൽ സിനിമ തിയേറ്ററിൽ വന്നിട്ടേ ഇല്ല. പിന്നെ ഷോ കൗണ്ടുകളും വളരെ കുറവാണ്. ആൾക്കാർ ഇതൊക്കെ പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു ഇതൊരു മോശം പടമാണെന്ന്. എനിക്കറിയാൻ പാടില്ല. ബദ്ർഹം കുടുംബ യൂണിറ്റിനുള്ള ഷോ കൗണ്ട് പോലും ഗൾഫ് മേഖലയിൽ ടോക്സിക്കിന് ഇല്ല എന്നാണ് എനിക്ക് മേജർ സിനിമ സൈറ്റുകളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നായകൻ. നമ്മളും പാപം ചെയ്തു പോകും. അമ്മാതിരി പടം. എൻ്റെ പൊന്നോ, ഇങ്ങനെ ഉണ്ടാവും ഒരു പടം? ആകെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് തോന്നി. പിന്നെ ആ മഞ്ഞുള്ള രാജ്യത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ഫൈറ്റ്. പക്ഷെ അത് എവിടുന്നൊക്കെ എന്തൊക്കെ ആരൊക്കെ എന്തോ എനിക്കറിയാൻ പാടില്ല. നായകനെ കണ്ടു കഴിഞ്ഞ സകലമാന പെണ്ണുങ്ങളും അങ്ങോട്ട് അലിഞ്ഞ് വീഴുവാണ്. അതെന്ത് തരം സ്ത്രീ കഥാപാത്ര രചനയാണോ എനിക്കറിയില്ല. പിന്നെ ഇതൊരു അഡൾട്ട്സിനുള്ള ഫെയറി ടെയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അഡൾട്ട് ആവാൻ ഇനിയും കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും എനിക്കിത് എൻജോയ് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണെന്ന് അറിയില്ല. എന്താണ് കാണിച്ചു ഇത്? KGF പോലെ. KGF എന്നൊക്കെ യശ് പക്ഷെ പല രംഗങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ കൊള്ളാവുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എഴുതിയൊരു ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയത് നയൻതാരയുടെ ക്യാരക്ടറാണ്. ഒരുപാട് ഹീറോയിൻസ്. ഈ ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് പീസോടെ കാണാനല്ല. അത് മനസ്സിൽ വെച്ചിട്ട് മെയിൻ സ്ട്രീം സിനിമ ഡയറക്ടേഴ്സ് അത്തരം സീനുകൾ കുത്തി നിറയ്ക്കണമെന്നില്ല. അത് കാണാനുള്ള വകുപ്പൊക്കെ നാട്ടിലുണ്ട്. മറ്റത് വേറെയാണ്. എന്തെങ്കിലും കാണിക്കണ്ടേ? വെറുതെ ഒരു പടം എടുത്തിട്ട് 3 മണിക്കൂർ വധിക്കാണ് മനുഷ്യനെ. ഓണത്തിന്റെ മൂട പോയി.